മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കാത്ത് ആയിഷ ബീവി വീട്ടിലിങ്ങനെ തനിച്ചിരിക്കുക. അപ്പൊ ആരോ കതകിരി ഒന്ന് മുട്ടുന്നുണ്ട്. തുറന്നു നോക്കുമ്പോ അവശരായ ഒരു ഉമ്മയും രണ്ട് മക്കളും. ഇവിടെ എന്തെങ്കിലും കഴിക്കാനുണ്ടോ? ആ ഈന്തപ്പന ഓല കൊണ്ട് മേന കൂര മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും ഒന്നും കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന ആയിഷ ബീവിക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നോമ്പ് തുറക്കാനുള്ള ഒരു ഈത്തപ്പഴത്തെ കുറിച്ച് ഓർമ്മ വന്നു. മറിച്ചൊന്നും ആലോചിക്കാതെ ആ ഉമ്മാന്റെ കയ്യില് ആ ഈത്തപ്പഴം കൊടുത്തപ്പോ 3 ചീളുകളായി വീതിച്ച് ഓരോ കഷ്ണം ഓരോ മക്കളെ കയ്യിൽ കൊടുത്തു. വിശപ്പിന്റെ ആർത്തി കൊണ്ട് അവരത് പെട്ടെന്ന് കഴിച്ചിട്ട് ഉമ്മാ എന്ന് ശേഷിക്കുന്ന ഒരു ചീളിന് വേണ്ടിയിട്ട് നീട്ടി വിളിച്ചപ്പോ തന്റെ ഉമ്മുനീരിൽ കലർന്ന ആ ഒരു കഷ്ണം കൂടെ എടുത്ത് 2 കഷ്ണമായി മുറിച്ച് മക്കൾക്ക് വീതിച്ചു കൊടുക്കുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ വന്നപ്പോ വിഷമിച്ചിരിക്കുന്ന ആയിഷ ബീവിയെ കണ്ട് കാര്യം അന്വേഷിച്ചപ്പോഴാണ് നടന്ന സംഗതികളൊക്കെ പറഞ്ഞത്. മുത്തുനബി ആയിഷ ബീവിയോട് പറയുന്നുണ്ട്, ആയിഷ, ആ ഉമ്മാന്റെ ഒരു സ്നേഹം കണ്ടില്ലേ? അതിനേക്കാൾ എത്രയോ 10 മടങ്ങ് സ്നേഹമാണ് ഒരു തെറ്റ് ചെയ്തൊരടിമ പടച്ചവനിലേക്ക് മടങ്ങുന്നത്. നമ്മളൊക്കെ മനുഷ്യരാകുമ്പോ സ്വാഭാവികമായും നമ്മൾക്ക് തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിക്കാം. പക്ഷെ അതെല്ലാം അവസാനിപ്പിച്ച് പശ്ചാത്തപിച്ച് അവനിലേക്ക് നമ്മൾ മടങ്ങുമ്പോഴാണ് നമ്മളൊരു യഥാർത്ഥ വിശ്വാസിയായി മാറുന്നത്. ഈ റമദാനിന്റെ മഗ്ഫിറത്തിന്റെ 10 നമ്മുടെ പാപമോചനം കൂടി പുറത്തു കിട്ടാൻ പടച്ചവനോട് കേണപേക്ഷിക്കുന്ന ഒരു മാസം കൂടിയായി നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്.